മലയാള സിനിമയുടെ അമ്മയായ കവിയൂർ പൊന്നമ്മ വിട പറഞ്ഞിരിക്കുകയാണ്. 79 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെക്കാലമായി ആശുപത്രിവാസത്തിലായിരുന്നു. അരനൂറ്റാണ്ടോളം മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു കവിയൂർ പൊന്നമ്മ. മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളെ അനശ്വരമാക്കിയൊരു നടിയും കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. 1960കളിൽ തുടങ്ങി 2022 വരെയുള്ള അരനൂറ്റാണ്ടോളം മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു കവിയൂർ പൊന്നമ്മ. സൂപ്പർ താരങ്ങളുടെ അടക്കം അമ്മ വേഷങ്ങളെ അനശ്വരമാക്കിയൊരു താരവും കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് അങ്ങനെ പ്രമുഖ താരങ്ങളുടെ അമ്മ വേഷങ്ങൾ അനശ്വരമാക്കി സ്ക്രീനിൽ പ്രതിധ്വനിപ്പിച്ച ഒരു താരവും കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. കൂടുതലും മോഹൻലാൽ ചിത്രങ്ങളിലായിരുന്നു കവിയൂർ പൊന്നമ്മ അമ്മയായിട്ട് എത്തിയിരുന്നത്. 50ഓളം മോഹൻലാൽ ചിത്രങ്ങളിൽ കവിയൂർ പൊന്നമ്മയായിരുന്നു മോഹൻലാലിൻ്റെ അമ്മ. ശരിക്കും ഒരു അമ്മ മകൻ ബന്ധം നമ്മൾ ശരിക്കും ആസ്വദിക്കുന്ന രീതിയിലായിരുന്നു ഇരുവരുടെയും പ്രകടനങ്ങൾ. ലാലേട്ടൻ തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ചേച്ചി അഭിനയിക്കുമ്പോൾ സ്വന്തം അമ്മയാണോ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോയിട്ടുണ്ടെന്ന്. അത്തരത്തിൽ ഒരു അമ്മ മകൻ ബന്ധം എത്രത്തോളം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റുമോ അത്രത്തോളം ഗംഭീരമാക്കിയിട്ട് കവിയൂർ പൊന്നമ്മ ചേച്ചി അഭിനയിച്ച് ഫലിപ്പിച്ചിരുന്നു. ഒരു അമ്മ മകനോട് എത്തരത്തിൽ പ്രകടമാക്കുന്ന സ്നേഹത്തിൻ്റെ അത്തരത്തിൽ മികച്ചൊരു അഭിനയമായിരുന്നു കവിയൂർ പൊന്നമ്മ ചേച്ചിയും ലാലേട്ടനും അമ്മയും മകനുമായിട്ട് വരുന്ന സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് കിരീടമായിക്കോട്ടെ, ചെങ്കോലായിക്കോട്ടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രക്കും മികച്ചൊരു ബന്ധം കൂടി, ആത്മബന്ധവും കൂടിയായിരുന്നു ഈ രണ്ട് താരങ്ങൾക്കും. എന്തായാലും അത്തരത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച അമ്മ വേഷങ്ങളോ അല്ലാതെയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഒരു മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന ഒരു താരത്തെയാണ് നമുക്ക്, ഒരു അമ്മയെയാണ് മലയാളികൾക്ക്, മലയാള സിനിമക്ക് നഷ്ടമായിരിക്കുന്നത്.